ഹായ് ഓൾ, വെൽക്കം ടു കോമഡി ക്രാക്ക്. ഞാൻ അപർണ സന്തോഷ്. നമ്മൾ HSST എക്കണോമിക്സിന്റെ കുറച്ച് PYQs ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ കുറച്ച് PYQs ഡിസ്കസ് ചെയ്തായിരുന്നു, അതിന്റെ കണ്ടിന്യൂഷൻ ആണ്. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയാൽ നമുക്ക് എന്താ പറയുന്നത്, ഫോർ എ ലീനിയർ ഡിമാൻഡ് കർവ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ. ലീനിയർ ഡിമാൻഡ് കർവിലെ ഏതാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. Elasticity of demand is unity at all points. Elasticity of demand is constant at all points. Elasticity increases as one slides down the demand curve. Elasticity declines as one slides down the demand curve. എന്താ ചോദിച്ചിരിക്കുന്നത്? എന്താണ് ലീനിയർ ഡിമാൻഡ് കർവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചോദിച്ചിരിക്കുന്ന ലീനിയർ ഡിമാൻഡ് കർവ്. എന്താ ലീനിയർ ഡിമാൻഡ് കർവ് എന്ന് പറഞ്ഞാൽ ലീനിയർ ഡിമാൻഡ് കർവ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടുള്ള നമ്മുടെ ഡിമാൻഡ് കർവിനെയാണ് എന്ത് പറയുന്നത്? ലീനിയർ ഡിമാൻഡ് കർവ്. ഇതാണ് നമ്മുടെ ഡിമാൻഡ് കർവ്. നമ്മൾ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഇലാസ്റ്റിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്. ഡിമാൻഡ് കർവിലെ ഓരോ പോയിന്റ് ഈ സ്ലോപ്പിലെ ഓരോ പോയിന്റിലും ഓരോ ഇലാസ്റ്റിറ്റി ആണ്. വൈ ആക്സിസിൽ ഇതാണ് നമ്മുടെ വൈ ആക്സിസിലെ ടച്ച് ചെയ്യുന്ന ആ പോയിന്റിൽ ഇലാസ്റ്റിറ്റി എങ്ങനെയായിരിക്കും? ഇലാസ്റ്റിറ്റി ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി ആയിരിക്കും. ഇൻഫിനിറ്റിയോട് ഈക്വൽ ആയിരിക്കും. ഇനി എന്താ വരുന്നത്? നമ്മുടെ എക്സ് ആക്സിസിൽ വരുന്നിടത്ത് എന്തായിരിക്കും? എക്സ് ആക്സിസ് ടച്ച് ചെയ്യുന്നിടത്ത് ഇലാസ്റ്റിറ്റി ഈക്വൽ ടു 0 ആണ്. ഇത് രണ്ടും ഓക്കെ അല്ലേ? ഇനി മിഡില് നടുക്ക് വരുമ്പോ എന്തായിരിക്കും? ഇലാസ്റ്റിറ്റി എങ്ങനെയായിരിക്കും? ഈക്വൽ ടു 1 ആയിരിക്കും. ഇത്ര ഓക്കെ അല്ലേ? അപ്പൊ എന്താണ്? വൈ ആക്സിസിൽ ടച്ച് ചെയ്യുന്നിടത്ത് ഇലാസ്റ്റിറ്റി ഇൻഫിനിറ്റിയോട് ഈക്വൽ ആയിരിക്കും. എക്സ് ആക്സിസിൽ വരുമ്പോൾ എന്തായിരിക്കും? ഇലാസ്റ്റിറ്റി 0 ആയിരിക്കും. ആൻഡ് ഇവരുടെ നടുക്ക് സെന്റർ പോർഷനിൽ ഇലാസ്റ്റിറ്റി യൂണിറ്റി ആയിരിക്കും, അല്ലെങ്കിൽ ഇലാസ്റ്റിറ്റി എന്തായിരിക്കും? ഈക്വൽ ടു 1 ആയിരിക്കും. ഇനി ഇൻഫിനിറ്റിയുടെയും 1ന്റെയും ഇടയ്ക്ക് ഇലാസ്റ്റിറ്റി എങ്ങനെയായിരിക്കും? ഇലാസ്റ്റിറ്റി ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 1. ആൻഡ് 1നും 0യുടെ ഇടയ്ക്ക് എങ്ങനെയായിരിക്കും ഇലാസ്റ്റിറ്റി? ഇലാസ്റ്റിറ്റി ഷുഡ് ബി ലെസ് ദാൻ 1. ഇത് നമ്മൾ പണ്ടോട്ടേ പഠിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ? അപ്പൊ എങ്ങനെയായിരിക്കും ഒരു ലീനിയർ ഡിമാൻഡ് കർവിൽ ഇലാസ്റ്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇലാസ്റ്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ ഒരു പോയിന്റും കൂടെ മാർക്ക് ചെയ്തേക്കാം. വൈ ആക്സിസിൽ ഇൻഫിനിറ്റി ആയിരിക്കും, എക്സ് ആക്സിസിന്റെ അവിടെ ടച്ചിനടുത്ത് 0 ആയിരിക്കും, മിഡിലില് ഈക്വൽ ടു 1 ആയിരിക്കും. ഇൻഫിനിറ്റിയുടെയും 1ന്റെയും നടുക്ക് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ഇനി ഈക്വൽ ടു 1ന്റെയും 0യുടെയും നടുക്ക് എന്തായിരിക്കും? ലെസ് ദാൻ 1 ആയിരിക്കും. ക്ലിയർ അല്ലേ? അപ്പൊ ഇവിടെ നോക്കിക്കേ, നമ്മളോട് ആദ്യം എന്താ ചോദിച്ചേക്കുന്നത്? ആദ്യം പറഞ്ഞേക്കുന്നത് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്. ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് യൂണിറ്റി അറ്റ് ഓൾ പോയിന്റ്സ്. എല്ലാ പോയിന്റ്സിലും ഇലാസ്റ്റിറ്റി യൂണിറ്റി ആണോ? അല്ല, യൂണിറ്റി ആയിട്ട് ഒറ്റ പോയിന്റ് ഉള്ളൂ. ഈ നടുക്ക് മാത്രമേ നമുക്ക് യൂണിറ്റി ആയിട്ടുള്ളൂ, ബാക്കി എല്ലായിടത്തും യൂണിറ്റി ആണ്, അല്ലെങ്കിൽ ഈക്വൽ. യൂണിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലാസ്റ്റിറ്റി ഈസ് ഈക്വൽ ടു 1 എന്നാട്ടോ യൂണിറ്റിയുടെ അർത്ഥം. ഓക്കെ, എല്ലാ പോയിന്റിലും യൂണിറ്റി ആണോ? അല്ല. സോ നമ്മുടെ ഓപ്ഷൻ തെറ്റാണ്. അടുത്തെന്താ? ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് കോൺസ്റ്റന്റ് അറ്റ് ഓൾ പോയിന്റ്സ്. എല്ലാ പോയിന്റ്സിലും കോൺസ്റ്റന്റ് ആണ്. നമ്മുടെ ലീനിയർ ഡിമാൻഡ് കർവിന്റെ സ്ലോപ്പ് കോൺസ്റ്റന്റ് ആണ്. എന്താണ് ഞാൻ പറഞ്ഞത്? ലീനിയർ ഡിമാൻഡ് കർവിന്റെ സ്ലോപ്പ് ഈസ് കോൺസ്റ്റന്റ്. ഓക്കെ, ഒരു ലീനിയർ ഡിമാൻഡ് കർവിന്റെ എന്താണ് കോൺസ്റ്റന്റ്? സ്ലോപ്പ് കോൺസ്റ്റന്റ് ആണ്, പക്ഷെ ഇലാസ്റ്റിറ്റി കോൺസ്റ്റന്റ് അല്ല. ക്ലിയർ അല്ലേ? നമ്മളോട് നാളെ സ്ലോപ്പ് ആണ് നിങ്ങളോട് ചോദിച്ചെങ്കിൽ അത് തെറ്റിക്കരുത്. ലീനിയർ ഡിമാൻഡ് കർവിന്റെ സ്ലോപ്പ് എങ്ങനെയാണ്? കോൺസ്റ്റന്റ് ആണ്, അവരുടെ ഇലാസ്റ്റിറ്റി കോൺസ്റ്റന്റ് അല്ല കേട്ടോ. അപ്പൊ അതും തെറ്റിപ്പോയി. ഇനി അടുത്തെന്താ? ഇലാസ്റ്റിറ്റി ഇൻക്രീസസ് ആസ് വൺസ് സ്ലൈഡ് ഡൗൺ ദ ഡിമാൻഡ് കർവ്. അങ്ങനെയാണോ? താഴോട്ട് പോകുന്തോറും ഇലാസ്റ്റിറ്റി കൂടുന്ന പറഞ്ഞത്. താഴോട്ട് പോകുന്തോറും ഇലാസ്റ്റിറ്റി കൂടുവാണ്? അല്ല, താഴോട്ട് പോകുന്തോറും ഇലാസ്റ്റിറ്റി കുറയാണ്. മേലോട്ട് വരുംതോറും യെസ്, അപ്വേർഡ് ആയിരുന്നെങ്കിൽ യെസ് ഉറപ്പായിട്ടും ഇൻക്രീസ് ചെയ്യാണ്. ഇവിടെ എന്താ പറഞ്ഞേക്കെ? താഴോട്ട് പോകുമ്പോൾ ഇൻക്രീസ് ചെയ്യുകയല്ല, താഴോട്ട് പോകുമ്പോൾ ഡിക്ലൈൻ അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യാണ്. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മുടെ ഈ ഓപ്ഷൻ തെറ്റാണ്. അപ്പൊ എന്താണ്? ഇലാസ്റ്റിറ്റി ഡിക്ലൈൻസ് ആസ് വൺ സ്ലൈസ് ഡൗൺ ദ ഡിമാൻഡ് കർവ്. ക്ലിയർ അല്ലേ? അതാണ് ഇവിടെ നോക്കിക്കേ, ഇൻഫിനിറ്റി ആയിരുന്നു, പിന്നെ അതിന് ശേഷം എന്താ? ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ 1 ആയി, പിന്നെ ഈക്വൽ ടു 1 ആയി, പിന്നെ ലെസ് ദാൻ 1 ആയി, പിന്നെ അവസാനം 0യിലേക്ക് എത്തി. അതായത് നമ്മൾ താഴോട്ട് പോകും തോറും എന്താ സംഭവിക്കുന്നത്? ഡിക്രീസ് ചെയ്യാണ് ഇലാസ്റ്റിറ്റി. മേലോട്ട് പോകും തോറും ആണെങ്കിൽ എന്താ? അപ്പോഴത് ഇൻക്രീസ് ആയിരിക്കും. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മുടെ ചോദ്യത്തിന്റെ ആൻസർ എന്താ വരുന്നത്? ഓപ്ഷൻ ഡി ആണ്. അപ്പൊ എന്താണ്? ഫോർ എ ലീനിയർ ഡിമാൻഡ് കർവ് ഇലാസ്റ്റിറ്റി ഡിക്ലൈൻസ് ആസ് വൺ സ്ലൈഡ്സ് ഡൗൺ ദ ഡിമാൻഡ് കർവ്. ക്ലിയർ അല്ലേ? ഇനി ഇലാസ്റ്റിറ്റി എപ്പോഴായിരിക്കും ഇൻക്രീസ് ചെയ്യണേ? സ്ലൈഡ്സ് അപ്വേർഡ് ആയിരുന്നെങ്കിൽ. ഇവിടെ നോക്കിക്കേ, ഇവിടെ ഡൗൺവേർഡിന് വരും അപ്വേർഡ് വന്നായിരുന്നെങ്കിൽ ഓക്കെ, ആ ഓപ്ഷൻ ശരിയായാനെ. പക്ഷെ ഇവിടെ എന്താണ്? ഡൗൺവേർഡ് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ആ ഒരു ഓപ്ഷൻ തെറ്റാം. ക്ലിയർ അല്ലേ? ഈ ഒരു ക്വസ്റ്റ്യൻ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ സ്ലോപ്പ് ഓഫ് ദ ട്രാൻസ്ഫോർമേഷൻ കർവ്. ട്രാൻസ്ഫോർമേഷൻ കർവിന്റെ സ്ലോപ്പ്, ഓരോ കർവുകളുടെയും സ്ലോപ്പ് നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. നമ്മളോട് ട്രാൻസ്ഫോർമേഷൻ കർവ് എന്താണ്? ട്രാൻസ്ഫോർമേഷൻ കർവ് കേട്ടിട്ടുണ്ടോ? ട്രാൻസ്ഫോർമേഷൻ കർവ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന PPC തന്നെയാണ് എന്ത്? ട്രാൻസ്ഫോർമേഷൻ കർവ്.
പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ എന്ന് പറയുന്ന സാധനം തന്നെയാണ് എന്ത് ട്രാൻസ്ഫോർമേഷൻ കർവ്. ക്ലിയർ അല്ലേ? എന്താണ് ട്രാൻസ്ഫോർമേഷൻ കർവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ എന്ന് പറയുന്നത് തന്നെയാണ്. ഇപ്പൊ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമായില്ലേ? എന്താ ചോദിക്കുന്നത്? അതിന്റെ എന്താ സ്ലോപ്പ്. പി പി സിയുടെ ഷേപ്പ് എന്താ? പി പി സി കോൺവെക്സ് ആണോ കോൺകേവ് ആണോ? എന്താണ് പി പി സിയുടെ ഷേപ്പ്? പി പി സി എന്ന് പറയുന്നത് ഒരു കോൺകേവ് ആണ്. പി പി സി എന്താണ്? കോൺകേവ് ആണ്. ഇവിടെ ഗുഡ് എക്സ് അല്ലെങ്കിൽ ഗുഡ് എയോ ഗുഡ് ബിയോ അങ്ങനെ എന്തെങ്കിലും എഴുതാം, എന്ത് വേണേലും എഴുതാം കേട്ടോ. ഓക്കെ, എന്താണ്? കോൺകേവ് ആണ്. ഓക്കെ, എന്താണ് പി പി സി എന്ന് പറഞ്ഞാൽ? എന്താണ് ശരിക്കും പി പി സി എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? അതായത് വിത്ത് ഗിവൺ ടെക്നോളജി അല്ലെങ്കിൽ ഗിവൺ റിസോഴ്സസ് യൂസ് ചെയ്ത് മാക്സിമം അറ്റൈൻ, നമുക്ക് ഈ രണ്ട് ഗുഡ്സിലെ ടു കോമ്പിനേഷൻസ് ഓഫ് ഗുഡ്സിനെ കാണിക്കുന്നതാണ് എന്ത്? മാക്സിമം അറ്റൈൻ ചെയ്യാൻ അല്ലെങ്കിൽ മാക്സിമം എഫിഷ്യന്റ് ആയിട്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന രണ്ട് ഗുഡ്സിന്റെ കോമ്പിനേഷൻസ് ആണ് ആര് കാണിക്കുന്നത്? പി പി സി കാണിക്കുന്നത് വിത്ത് ഗിവൺ ടെക്നോളജി ആൻഡ് റിസോഴ്സസ്. ക്ലിയർ അല്ലേ? അതാണ് പി പി സി. പി പി സിയുടെ കർവ് എങ്ങനെയാ വരുന്നത്? കോൺകേവ് ആണ്. മാറിപ്പോയത്. പി പി സിയുടെ കർവ് എന്താണ്? കോൺകേവ് ആണ് കേട്ടോ. ഓക്കെ, നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താണ്? സ്ലോപ്പ്. ഈ ചെരിവ്, പി പി സിയുടെ ഈ ചെരിവ്, ഈ സ്ലോപ്പ് ആരാണ് നിർണ്ണയിക്കുന്നത് ചോദിക്കാൻ. ആദ്യത്തെ ഓപ്ഷൻ എന്താണ്? മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. എം ആർ എസ് ആരുടെയാണ്? എം ആർ എസ് എന്ന് പറയുന്നത് ആരുടെ സ്ലോപ്പ് നിർണ്ണയിക്കുന്നതാണ്? ഐ സി, ഇൻഡിഫറൻസ് കർവ്. എന്താണ് ഇൻഡിഫറൻസ് കർവ് എന്ന് പറഞ്ഞാൽ? അതാ ഇൻഡിഫറൻസ് കർവിന്റെ ഷേപ്പ് എന്താണ്? കോൺവെക്സ് ആണ് കേട്ടോ. മറ്റേത് പി പി സിക്ക് മാത്രമേ കോൺകേവ് ആയിട്ട് നമുക്ക് വരുന്നുള്ളൂ. ഐ സി ഇൻഡിഫറൻസ് കർവ് കോൺവെക്സ് ആണ്. ഇവിടെ ഗുഡ് എക്സ് ഗുഡ് വൈ, ഗുഡ് എക്സോ ഗുഡ് വൈയോ എയോ ബിയോ എന്തായാലും കുഴപ്പമില്ല. അതെന്താ? ടു കോമ്പിനേഷൻസ് ഓഫ് ഗുഡ്സ് ദാറ്റ് ഗീവ്സ് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ. നമുക്ക് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ തരുന്ന രണ്ട് ഗുഡ്സിന്റെ കോമ്പിനേഷൻസ് ആണ് ഐ സി കാണിക്കുന്നത്. ഐ സിയുടെ സ്ലോപ്പ് കാണിക്കുന്നതാണ് ആര്? എം ആർ എസ്, മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ കാണിക്കുന്നത് എന്താണ്? എന്തിന്റെ സ്ലോപ്പാണ്? നമ്മുടെ ഐ സിയുടെ ആണ്. ക്ലിയർ അല്ലേ? ഇനി റേഷ്യോ ഓഫ് മാർജിനൽ റവന്യൂ. മാർജിനൽ റവന്യൂയുടെ റേഷ്യോയും നമ്മുടെ സ്ലോപ്പുകൾ തമ്മിൽ ഒരു റിലേഷനും ഇല്ല, അപ്പൊ അത് തെറ്റാണ്. അടുത്തത് മാർജിനൽ റേറ്റ് ഓഫ് പ്രൊഡക്റ്റ് ട്രാൻസ്ഫോർമേഷൻ, MRPT. ഇതാണ് നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ പി പി സി കർവിന്റെ സ്ലോപ്പിനെ നിർണ്ണയിക്കുന്ന ആരാണ്? MRPT, മാർജിനൽ റേറ്റ് ഓഫ് പ്രൊഡക്റ്റ് ട്രാൻസ്ഫോർമേഷൻ. ക്ലിയർ അല്ലേ? ഇത് കൂടാതെ വേറെ ഒരാളും കൂടി ഉണ്ട്. ആരാണ്? നമുക്കൊരു കർവ് സാധാരണ ചോദിക്കാനുള്ളത്. ഏതാണ് ആ കർവ്? ഐസോകണ്ട് ആണ്. ഐസോകണ്ടും ഇതുപോലെ തന്നെയാണ്, കോൺവെക്സ് ആണ് ഐസോകണ്ട് വരുന്നത്. ഓക്കെ, ഐസോകണ്ട് എന്താ കാണിക്കുന്നത്? ലേബർ ആൻഡ് ക്യാപിറ്റൽ യൂസ് ചെയ്ത് എത്രമാത്രം ടു കോമ്പിനേഷൻസ് ഓഫ് ഗുഡ്സ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനാണ് ഐസോകണ്ട് കാണിക്കുന്നത്. അതിന്റെ സ്ലോപ്പ് ഏതാണ്? MRTS ആണ്, മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ക്ലിയർ അല്ലേ? എന്താണ് മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ? അപ്പൊ ഈ കർവുകളും കർവിന്റെ ഷേപ്പ് എങ്ങനെയാണ്, സ്ലോപ്പ് ഏതൊക്കെയാണെന്നുള്ളത് ക്ലിയർ ആയില്ലേ? അപ്പൊ നമ്മുടെ ആൻസർ ഏതാ വരുന്നത്? ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ക്ലിയർ അല്ലേ? ദ സ്ലോപ്പ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ കർവ് എന്ന് പറയുന്നത് ഏതാണ്? മാർജിനൽ റേറ്റ് ഓഫ് പ്രൊഡക്റ്റ് ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ. ഗിവൺ മീൻ ഈക്വൽസ് 40, മോഡ് 25, മീഡിയൻ. നമ്മൾക്ക് ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് നമ്മൾ കാണാറുണ്ട്. നമ്മളോട് മീഡിയൻ കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത്? മോഡിന്റെ ഇക്വേഷൻ ആണ് നമുക്ക് സാധാരണഗതിയിൽ അറിയുന്നത്. മോഡിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? മോഡ് ഈക്വൽസ് 3 മീഡിയൻ മൈനസ് 2 മീൻ. എന്താണ് മോഡിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ? മോഡ് ഈക്വൽസ് 3 മീഡിയൻ. 3 മീഡിയൻ എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു മീഡിയൻ ആണ് കേട്ടോ. 3 മീഡിയൻ മൈനസ് 2 മീൻ ആണ്. എന്തൊക്കെ തന്നിട്ടുണ്ട്? നമുക്ക് മോഡും തന്നിട്ടുണ്ട്, മീനും തന്നിട്ടുണ്ട്. പക്ഷെ മീഡിയൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഒന്നില്ലെങ്കിൽ ഫസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൂടുതൽ നിങ്ങളൊന്നും ആലോചിച്ച് വേണ്ട, ഈ സെയിം ഇക്വേഷനിലേക്ക് ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യാം. ഓക്കെ, അതൊരു വൺ മെത്തഡ്. അല്ലെങ്കിൽ ഈ ഇക്വേഷൻ നിങ്ങൾക്ക് റീഅറേഞ്ച് ചെയ്യാം. എങ്ങനെ റീഅറേഞ്ച് ചെയ്യണേ? ഇവിടെ നോക്കിക്കേ, മോഡ് ഇതല്ലേ, നമുക്ക് എന്താ വേണ്ടത്? മീഡിയൻ ആണ്. ഈ മീഡിയനെ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നിർത്തണം. ഈ ഇക്വേഷന് തന്നെ ഇട്ട് ചെയ്യാൻ സമയമൊന്നും കളയേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ എന്നാലും ഒരു ഇക്വേഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുന്നുള്ളൂ. ഈ മീഡിയൻ ഇവിടെ നിർത്തുക. മീഡിയൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമോ? ഇല്ല, ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് പറ്റും, നെഗറ്റീവ് ആവും. അതുകൊണ്ട് ഈക്വൽ ടുവിന്റെ അവിടെ തന്നെ നിർത്തുക. അപ്പൊ എന്ത് ചെയ്തു? മോഡ് ഇവിടെ എഴുതി. നമുക്ക് എന്താ വേണ്ടത്? മീഡിയൻ ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇവിടെയുള്ള ആ മീനിനെ എന്ത് ചെയ്തു? ഞാൻ ഇപ്പുറത്തേക്ക് എടുത്തു. -2 മീൻ ആണ്. -2 മീൻ ഈക്വൽ ടുവിന്റെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്താവും? ഈക്വൽ ടുവിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താ സംഭവിക്കുക? പോസിറ്റീവ് ആവും. സോ +2 മീൻ ആവും. ഈക്വൽസ് 3 മീഡിയൻ. ഇനി ആരിവിടെ എക്സ്ട്രാ ഉള്ളത്?
ഇവിടെ എക്സ്ട്രാ ആയിട്ടുള്ളത് 3 ആണ്. ആ 3നെയും നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്നു അവിടെ, 3 ഇൻറ്റു മീഡിയൻ ആയിരുന്നു. അപ്പോൾ ഈക്വൽ ടു ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുക? അത് ഡിവിഷൻ ആവും. സോ മീഡിയൻ ഈക്വൽസ്, മീഡിയൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? മോഡ് പ്ലസ് 2 മീൻ ഡിവൈഡഡ് ബൈ 3. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, ക്ലിയർ അല്ലേ? ഈ ഒരു ഇക്വേഷനിലിട്ട് നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യാം. ഇനി കൂടുതലൊന്നും ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഈ ആദ്യത്തെ ഇക്വേഷൻ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ചെയ്യാം. പക്ഷേ ശ്രദ്ധിച്ച് ചെയ്യണം, തെറ്റിക്കാതിരുന്നാൽ മതി, ഇല്ലെങ്കിൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. ഓക്കെ, നമുക്ക് നമ്മുടെ ആദ്യത്തെ ഇക്വേഷൻ യൂസ് ചെയ്ത് ചെയ്യാം. നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? മോഡ് ഈക്വൽസ് 3 മീഡിയൻ മൈനസ് 2 മീൻ ആണ്. ഓക്കെ, മോഡ് എന്ന് പറയുന്നത് എത്രയാണ്? മോഡ് എന്ന് പറയുന്നത് 25 മൈനസ് 3 മീഡിയൻ, സോറി ഈക്വൽസ് 3 മീഡിയൻ, മീൻ എത്ര വരും? 40, 2 ഇൻറ്റു 40. അപ്പോൾ 25 ഈക്വൽസ് 3 മീഡിയൻ മൈനസ് 80. ഞാൻ എന്ത് ചെയ്തു? 80ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. 80ഉം 105ഉം അല്ലേ? 105 അല്ലേ വരുന്നത്? 80 25 വരുമ്പോൾ 105 വരുന്നു 3 മീഡിയൻ. ഇനി ഇവിടെ എന്താണ്? ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. സോ മീഡിയൻ ഈക്വൽസ് 105/3. 105/3 ചെയ്യുമ്പോൾ എത്ര വരും? 9 ആണ്. 3 1 5 35 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓക്കെ, 35 അല്ലേ ആൻസർ വരുന്നത്? യെസ്, 35 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. എങ്ങനെയാണ് നമ്മൾ ചെയ്തത്? മോഡ് നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. മോഡിനെ എഴുതി മീഡിയൻ നമുക്കറിയില്ല, 3 മീഡിയൻ അവിടെ തന്നെ വെച്ചു. ഇനി എന്താ? നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? മീൻ തന്നിട്ടുണ്ട്. 2 ഇൻറ്റു 40. മീൻ എന്ന് പറഞ്ഞാൽ 40 ആയതുകൊണ്ട് 2 ഇൻറ്റു 40. 2 ഇൻറ്റു 40 എന്ന് പറഞ്ഞാൽ എന്താ? 80. അതിനുശേഷം എന്ത് ചെയ്തു? ഈക്വൽ ടു. ഞാൻ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്തു. ഈക്വൽ ടു ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്താവും? മൈനസ് 80 പ്ലസ് 80 ആവും. 80 പ്ലസ് 25, ഇവിടെ 5 8ഉം 2ഉം 10, 105 വരും. ഓക്കെ, അങ്ങനെയാണ് ഈ 105 വന്നത് കേട്ടോ. മൈനസ് ഈക്വൽ ടു ഇപ്പുറത്ത് വരുമ്പോൾ പോസിറ്റീവ് ആവും. ഇനി 105 ഈക്വൽസ് 3 മീഡിയൻ ആണ്. ഇനി എന്ത് ചെയ്തു? ഈ മീഡിയനെ നമുക്ക് ഇവിടെ നിർത്തിയിട്ട് ഈ 3ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. മൾട്ടിപ്ലിക്കേഷൻ ഈക്വൽ ടു ഇപ്പുറത്ത് വരുമ്പോൾ എന്താവുന്നു? ഡിവിഷൻ ആവുന്നു. സോ മീഡിയൻ എന്ന് പറഞ്ഞാൽ 105/3 എന്ന് പറയുന്നത് എത്രയാണ്? 35 ആണ്. ക്ലിയർ അല്ലേ? ഇത് ശരിക്കും ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ക്ലിയർ അല്ലേ? നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി 35 ആണ്. ക്ലിയർ അല്ലേ? സംശയമൊന്നുമില്ലല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദ നെഗറ്റീവ് ഓഫ് ദ സ്ലോപ്പ് ഓഫ് ദ PPC ഈസ് കോൾഡ്. നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു അല്ലേ? റിപ്പീറ്റഡ് ആയിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. എന്താണ്? നമ്മൾ നേരത്തെ ഇവിടെ കണ്ടായിരുന്നു, ദ ട്രാൻസ്ഫോർമേഷൻ കർവിന്റെ സ്ലോപ്പ് ചോദിച്ചുകൊണ്ട്. ഇവിടെ എന്താ പറയുന്നത്? നമ്മുടെ സ്ലോപ്പ് നെഗറ്റീവ് ആണ്. എന്തുകൊണ്ടാണ് നമ്മുടെ സ്ലോപ്പ് നെഗറ്റീവ് ആവുന്നത്? കാരണം ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. അതുകൊണ്ട് ലെഫ്റ്റ് ടു റൈറ്റ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയതുകൊണ്ടാണ് നമ്മുടെ സ്ലോപ്പ് എന്താവുന്നത്? നെഗറ്റീവ് ആവുന്നത്. ക്ലിയർ അല്ലേ? നമ്മൾ എന്താ ചോദിച്ചിരിക്കുന്നത്? നെഗറ്റീവ് സ്ലോപ്പ് ഓഫ് ദ, ഈ ഓഫ് ദ ഇവിടെ വേണ്ട, നെഗറ്റീവ് സ്ലോപ്പ് ഓഫ് ദ PPCയുടെ നെഗറ്റീവ് സ്ലോപ്പിന് കാരണം ആരാന്നാ ചോദിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ആരാണ് കാരണം? നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു അല്ലേ? ആരാണ് കാരണം? MRPT ആണ് എന്ത്? നെഗറ്റീവ് സ്ലോപ്പ് ഓഫ് ദ PPC. മാർജിനൽ റേറ്റ് ഓഫ് പ്രൊഡക്റ്റ് ട്രാൻസ്ഫോർമേഷൻ ആണ്. എന്താണ് MRPT എന്ന് പറഞ്ഞാൽ? മാർജിനൽ റേറ്റ് ഓഫ് പ്രൊഡക്റ്റ് ട്രാൻസ്ഫോർമേഷൻ. ക്ലിയർ അല്ലേ? ബാക്കിയുള്ള MRPS എന്ന് പറയുന്നത് നമുക്ക് കൺസ്യൂമറിന്റെ ആസ്പദമാക്കിയിട്ട് വേണമെങ്കിൽ പറയാം. നെഗറ്റീവ് പ്രൊഡക്ടിവിറ്റിയും ഡിസ്ഇൻവെസ്റ്റ്മെന്റും സ്ലോപ്പിനെ ആസ്പദമാക്കിയിട്ടൊന്നും പറയുന്നില്ല. ഓക്കെ, ക്ലിയർ അല്ലേ? സോ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. A market in which there is only one seller and one buyer. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? രണ്ടും വേണം. എന്താണ് രണ്ടെണ്ണം? ഒരു സെല്ലറും ഒരു ബയ്യറും ഉള്ളൂ. ഒരു സെല്ലറും ഒരു ബയ്യറും ഉള്ള മാർക്കറ്റിൽ എന്താണ് പറയുന്നത്? ആദ്യത്തെ ചോദിച്ചിരിക്കുന്നത് ഡ്യൂവോപോളിയാണ്. എന്താണ് ഡ്യൂവോപോളി? ഒളിഗോപോളി മാർക്കറ്റ് സ്ട്രക്ചറിലാണ് നമ്മൾ സാധാരണഗതിയിൽ ഡ്യൂവോപോളി കാണാറുള്ളത്. എന്താണ് ഡ്യൂവോപോളി? അറിയോ എന്താ ഡ്യൂവോപോളി എന്ന്? 2 ഫേംസ് ഉള്ളതിനെയാണ് ഡ്യൂവോപോളി എന്ന് പറയുന്നത്. എത്ര ഫേംസ് ആണ്? 2 ഫേംസ് മാത്രമുള്ളതിനെയാണ് എന്ത് പറയുന്നത്? ഡ്യൂവോപോളി. നമ്മൾ ഡ്യൂവോപോളി മാർക്കറ്റ് സ്ട്രക്ചർ ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? കുർണോട്ടിന്റെ ഒക്കെ മോഡല് ഡ്യൂവോപോളി മാർക്കറ്റ് സ്ട്രക്ചറിലാണ് വരുന്നത്. അപ്പൊ എന്താണ് വരുന്നത്? ഡ്യൂവോപോളി എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ഫേംസ് മാത്രമുള്ളതിനാണ് എന്ത് പറയുന്നത്? ഡ്യൂവോപോളി മോഡൽ. അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ബൈലാറ്ററൽ മോണോപോളി. എന്താണ് ബൈലാറ്ററൽ മോണോപോളി എന്ന് പറഞ്ഞാൽ? അത് തന്നെയാണ് കേട്ടോ നമ്മുടെ ആൻസർ വരുന്നത്. ബൈലാറ്ററൽ മോണോപോളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 സെല്ലറും ആൻഡ് 1 ബയറും ഉള്ളതിനാണ് എന്ത് പറയുന്നത്? ബൈലാറ്ററൽ മോണോപോളി. ക്ലിയർ അല്ലേ? ബൈലാറ്ററൽ മോണോപോളി എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ബയറും 1 സെല്ലർ. സോ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. മോണോപോളി എന്ന് മാത്രമാണ് പറയണെങ്കിലോ? മോണോപോളി എന്ന് മാത്രം പറഞ്ഞ എന്താണ് അതിൻ്റെ അർത്ഥം?
വൺ സെല്ലർ. നമുക്കറിയാം ഒരു സെല്ലർ ഉള്ളതിനാണ് നമ്മൾ മൊണോപോളി എന്ന് പറയുന്നത്. ഒളിഗോപോളി എന്ന് പറഞ്ഞാൽ ഫ്യൂ ഡോമിനന്റ് സെല്ലേഴ്സ് ഉള്ളത്. പെർഫെക്റ്റ് കോമ്പറ്റീഷനും മൊണോപോളിസ്റ്റിക്കിലും എങ്ങനെയാണ്? മൊണോപോളിസ്റ്റിക് മാറിപ്പോകരുത്. മൊണോപോളിയിൽ സിംഗിൾ സെല്ലർ ആയിരിക്കും. പെർഫെക്റ്റ് കോമ്പറ്റീഷനിലും മൊണോപോളിസ്റ്റിക്കിലും ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഉണ്ടാവും. മൊണോപോളി വരുമ്പോൾ എന്താണ്? സിംഗിൾ സെല്ലറും ലാർജ് നമ്പർ ഓഫ് ബയേഴ്സും ഉണ്ടാവും. ഒളിഗോപോളിയിൽ വരുമ്പോൾ എന്തായിരിക്കും? ഫ്യൂ ഡോമിനന്റ് സെല്ലേഴ്സ്, കുറച്ച് പേരെ ഉണ്ടാവുള്ളൂ അല്ലെ. അതിൻ്റെ തന്നെ വരുന്നതാണ് ഡ്യുവോപോളി. ഡ്യുവോപോളിയിൽ എത്ര ഫേംസ് ഉണ്ടാവും? 2 ഫേംസേ ഉണ്ടാവുള്ളൂ. ബൈലാറ്ററൽ മൊണോപോളി എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? ഒരു സെല്ലറും ഒരു ബയറും ഉണ്ടാവുള്ളൂ. ഇനി മൊണോപ്സണി എന്ന് പറഞ്ഞാൽ എന്താണ് മൊണോപ്സണി? മൊണോപ്സണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബയർ മാത്രമുള്ളതാണ് എന്താ? മൊണോപ്സണി. ഒളിഗോപോളി ഞാൻ ഓൾറെഡി പറഞ്ഞു, ഫ്യൂ സെല്ലേഴ്സ് അല്ലെങ്കിൽ ഫ്യൂ ഡോമിനന്റ് സെല്ലേഴ്സ് എന്ന് പറയാം അല്ലെ. നമുക്ക് ഫ്യൂ ഡോമിനന്റ് സെല്ലേഴ്സ് എന്ന് പറയാം. അപ്പൊ അതാണ് നമ്മുടെ ആൻസർ എന്താണ്? നമ്മുടെ ചോദിച്ചിരിക്കുന്നത് 1 സെല്ലറും 1 ബയർ എന്ന് പറയുന്നത് ബൈലാറ്ററൽ മൊണോപ്പൊളി. ഇത് മാർക്കറ്റ് സ്ട്രക്ചറിന്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, 1 സെല്ലറും 1 ബയറും ചോദിക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര കൺഫ്യൂഷൻ ആവും. എന്തായാലും ഡ്യുവോപോളി അല്ലെന്ന് നമുക്ക് ഉറപ്പിക്കാം. ഈവൻ നിങ്ങൾക്ക് ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയില്ലെങ്കിലും നമുക്ക് എന്താ ഉറപ്പിക്കാം? ഡ്യുവോപോളി അല്ല. ഡ്യുവോപോളിയിൽ ഒരിക്കലും 1 സെല്ലറിന്റെ കാര്യം പറയുന്നില്ല, 2 ഫേംസ് ഉണ്ടെന്ന് അറിയാം. ഒളിഗോപോളിയിൽ ഒരിക്കലും നമ്മൾ പറയുന്നില്ല ഒരു ബയറാന്ന്. അത് വേണമെങ്കിൽ മൊണോപോളിയിൽ ഓക്കെ 1 സെല്ലർ എന്ന് പറയുന്നുണ്ട്. ഒളിഗോപോളിയിൽ എന്താ കുറച്ച് സെല്ലേഴ്സ് എന്ന് പറയും. അപ്പൊ അതും അല്ലെന്ന് നമുക്കറിയാം. ഇനി മൊണോപ്സണി എന്ന് പറഞ്ഞാൽ യെസ് ഒരു ബയർ ഉണ്ടെന്ന് അറിയാം. പക്ഷെ അവിടുത്തെ ഒരു സെല്ലർ എന്ന മൊണോപ്സണിയിൽ പറയുന്നുണ്ടോ? ഇല്ല. അപ്പൊ അത് നമുക്ക് അവോയ്ഡ് ചെയ്യാം. സോ ഈവൻ ഇഫ് നിങ്ങൾക്ക് ആൻസർ അറിയില്ലെങ്കിലും നമ്മുടെ ക്യാൻസലേഷൻ മെത്തേഡോടെ ഈ ഒരു ആൻസർ കണ്ടുപിടിക്കാം. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ. ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. മാത്സ് ആണെന്ന് വിചാരിച്ചാലും പേടിക്കണ്ട. ഇഫ് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ്, നമുക്ക് എന്താ MPS 0.6 എന്ന് തന്നിട്ടുണ്ട്. MPC അതായത് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം കാണാനാണ് പറഞ്ഞത്. എന്താണ് MPC MPS കാണാനുള്ള ഇക്വേഷൻ നമുക്ക് അറിയാം അല്ലേ? എന്താണ്? MPS പ്ലസ് MPC എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണെന്ന് നമുക്കറിയാം. ഓക്കെ, നമുക്ക് എന്താ കാണേണ്ടത്? MPC ആണ് കാണേണ്ടത്. സോ എന്താ MPC കാണാൻ എന്താണ്? 1 മൈനസ് MPS ആണ്. നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ? 1 മൈനസ് 0.6 16/4. ഓക്കെ, സോ MPC എന്ന് പറയുന്നത് എന്താണ്? 0.4 ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ എന്നതാ 0.4 ആണ്. ഓപ്ഷൻ ബി ആണ്. ഓക്കെ, MPC ആൻഡ് MPS ക്വസ്റ്റ്യൻസ് ഒക്കെ ഭയങ്കര സിമ്പിൾ ആണ്. നമുക്കറിയാം MPC പ്ലസ് MPS എന്ന് പറയുന്നത് 1 ആണ് നമുക്കറിയാം. അവർ ആഡ് ചെയ്യുമ്പോൾ എന്താ 1 ആണല്ലേ കിട്ടുന്നത്. അപ്പൊ നമുക്ക് എന്താ അതിൽ ഒരെണ്ണം തന്നു കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് ഈ ഒരു ആൻസർ കണ്ടുപിടിക്കാം. ഇതിൻ്റെ അകത്ത് അതുപോലെ തന്നെ മൾട്ടിപ്ലയറിന്റെ ഏരിയ എന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. നമ്മുടെ K വെച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. എന്താണ് K എന്ന് പറയുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും നമുക്ക് വേണമെങ്കിൽ എന്താ K എന്ന് പറഞ്ഞാൽ എന്താണ്? 1/MPS. K എന്താണ്? മൾട്ടിപ്ലയറിന്റെ ഇക്വേഷൻ 1/MPS എന്നും പറയാം. അല്ലെങ്കിൽ K ഈക്വൽസ് 1/1 മൈനസ് MPC എന്ന് എഴുതാം അല്ലേ? സോ കെയുടെ ടൈപ്പ് അതായത് മൾട്ടിപ്ലയർ വെച്ചിട്ടാണെങ്കിൽ ഇനിയും ക്വസ്റ്റ്യൻസ് ചോദിക്കും. കാരണം ഇത് ഭയങ്കര ബേസ് അല്ലേ? നമ്മുടെ MPS MPC വെച്ച് എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട്. വേണമെങ്കിൽ നമ്മളിന്ന് കുഴപ്പിക്കാൻ വേണ്ടിയിട്ട് മൾട്ടിപ്ലയറിനെ വെച്ചിട്ടായിരിക്കും മേ ബി ഇനി ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള സാധ്യത. അപ്പൊ ക്ലിയർലി നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 0.4 ആണ്. ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. A good for which consumption falls as an individual's income rises. എന്താ ഇവിടെ ചോദിച്ചിരിക്കുന്നത്? ഇൻകം കൂടുമ്പോൾ കൺസംഷൻ കുറയുന്നു. എന്താ സംഭവിക്കുന്നത്? ഇൻകം ഇൻക്രീസ് ചെയ്തു. ഒരാളുടെ ഇൻകം ഇൻക്രീസ് ചെയ്തു. അപ്പൊ എന്താ സംഭവിച്ചത്? അയാളുടെ കൺസംഷൻ കുറഞ്ഞു. അത് ഏത് ടൈപ്പ് ഗുഡ് ആണെന്നാ ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തെ ആൻസർ തന്നെയാണ്, ഇൻഫീരിയർ ഗുഡ് ആണ്. നമുക്ക് എത്ര ടൈപ്പ് ഗുഡ് ഉണ്ട്? നമ്മൾ മെയിൻലി 3 ടൈപ്സ് ഓഫ് ഗുഡ്സ് ആണ് പറയുന്നത്. നോർമൽ ഗുഡ്, ഇൻഫീരിയർ ഗുഡ് ആൻഡ് ഗിഫൻ ഗുഡ്. ഗിഫൻ ഗുഡ് എന്ന് പറയുന്നത് ഇസ് എ പാർട്ട് ഓഫ് ഇൻഫീരിയർ ഗുഡ്. ഇൻഫീരിയർ ഗുഡിൽ തന്നെ പെടുന്ന ഒരു സംഭവമാണ് കേട്ടോ ഗിഫൻ ഗുഡ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഇവിടെ നോക്കിക്കേ, നമുക്ക് നോർമൽ ഗുഡും ഉണ്ട്, ഇൻഫീരിയർ ഗുഡിനെ പറ്റി പറയാം. നോർമൽ ഗുഡ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ സാധാരണ കൺസംഷൻ ചെയ്യുന്ന ഗുഡ്സ് അല്ലേ? അതെന്താ? നോർമൽ ഗുഡിന്റെ കേസിൽ ഇത് ഇൻഫീരിയറിന്റെ ആണ്. നോർമൽ ഗുഡിന്റെ കേസിൽ ഇൻകം കൂടുമ്പോൾ ഉറപ്പായിട്ടും കൺസംഷൻ കൂടും. പക്ഷെ ഇൻഫീരിയർ ഗുഡിന്റെ കേസിൽ എന്താ? ഇൻകം കൂടുമ്പോൾ കൺസംഷൻ കുറയും. അതെന്തുകൊണ്ടാണ്? എന്താണ് ഇൻഫീരിയർ ഗുഡ് എന്ന് പറഞ്ഞാൽ? നേരത്തെ എൻ്റെ സാലറി എന്ന് പറയുന്നത് 10,000 രൂപയായിരുന്നു. ഓക്കെ, പെട്ടെന്ന് എൻ്റെ സാലറി ഇൻക്രീസ് ചെയ്ത് ഒരു 15,000. നേരത്തെ എത്രയാണ് എൻ്റെ സാലറി? 10,000 നിന്ന് 15,000ലേക്ക് എൻ്റെ സാലറി വരുന്നു. അപ്പൊ ഞാൻ എൻ്റെ മക്കൾക്ക്
പാർലേജി ബിസ്ക്കറ്റ് ആയിരുന്നു നേരത്തെ മേടിച്ചത്. എന്താ പാർലേജി ബിസ്ക്കറ്റ്? എനിക്ക് ശമ്പളം കൂടിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, പാർലേജി വിട്ടിട്ട് ഞാൻ ക്രീം ബിസ്ക്കറ്റ് അല്ലെങ്കിൽ മാൽക്കിസ്റ്റിന്റെ ഒക്കെ ബിസ്ക്കറ്റ് എന്റെ മക്കൾക്ക് മേടിച്ചു കൊടുക്കാൻ തുടങ്ങി. ഓക്കെ, അപ്പൊ പാർലേജി എന്ന് പറയുന്ന ബിസ്ക്കറ്റ് എന്താ, ഇൻഫീരിയർ ഗുഡ് ആണ്. കാരണം എനിക്ക് പൈസ ഉണ്ട് ഇപ്പോൾ, അതുകൊണ്ട് എന്റെ മക്കൾക്ക് പാർലേജി ബിസ്ക്കറ്റ് കൊടുക്കേണ്ട കാര്യമില്ല, മാൽക്കിസ്റ്റ് അല്ലെങ്കിൽ ക്രീം ബിസ്ക്കറ്റ് ഒക്കെ കൊടുക്കാം. സോ നമ്മുടെ ഇൻഫീരിയർ ഗുഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഫീരിയർ ഗുഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഇൻകം കൂടുന്നതനുസരിച്ച് കൺസംഷൻ കുറയുന്നതാണ് ഇൻഫീരിയർ ഗുഡ്. അതിനല്ലേ നമ്മുടെ ചോദ്യം ചോദിച്ചിരിക്കുന്നത്, ഒരു ഇൻഡിവിജ്വലിന്റെ ഇൻകം കൂടുമ്പോൾ കൺസംഷൻ കുറയുന്നതാണ് ഇൻഫീരിയർ ഗുഡ്. നോർമൽ ഗുഡിന്റെ കേസ് ആണെങ്കിൽ ഇൻകം കൂടുന്നതനുസരിച്ച് അതിന്റെ കൺസംഷൻ കൂടും. എനിക്ക് പൈസ കൂടിയപ്പോൾ ഞാൻ എന്താ കൂടുതൽ ഡ്രസ്സ് മേടിക്കാൻ തുടങ്ങി, പുറത്തുപോയി ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അപ്പൊ എന്താണ്, എന്റെ കൺസംഷൻ അവിടെ ഇൻക്രീസ് ചെയ്തു. അടുത്ത ഓപ്ഷൻസ് നോക്കിയാലോ, കൺസംഷൻ ഗുഡ്. എന്താ കൺസംഷൻ ഗുഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന എല്ലാ കൺസ്യൂമേഴ്സ് പർച്ചേസ് ചെയ്യുന്ന ഗുഡ്സിനെയാണ് ശരിക്കും കൺസംഷൻ ഗുഡ്സ് അല്ലെങ്കിൽ കൺസ്യൂമർ ഗുഡ്സ് എന്നൊക്കെ പറയുന്നത് കേട്ടോ. സോ അതല്ല ആൻസർ. പിന്നെ ഡ്യൂറബിൾ ഗുഡ്സും നോൺ ഡ്യൂറബിൾ ഗുഡ്സും എന്താ, അത് ഗുഡ്സിന്റെ ഒരു പ്രോപ്പർട്ടിയാണ്. ഓരോ ഗുഡിന്റെ പ്രോപ്പർട്ടിയാണ് ഡ്യൂറബിളും നോൺ ഡ്യൂറബിളും. എന്താ ഡ്യൂറബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ലാസ്റ്റ് ചെയ്യുന്ന ഗുഡ്സ്. ഓക്കെ, ലാസ്റ്റ് ചെയ്ത പെട്ടെന്ന് പെരിഷബിൾ ഗുഡ്സ് ആണ് നോൺ ഡ്യൂറബിൾ. പെരിഷ് ചെയ്യാതെ അതായത് ദീർഘകാലം നിൽക്കുന്ന ഗുഡ്സ് ആണ് ഡ്യൂറബിൾ. അതായത് നമ്മുടെ ടേബിള്, ചെയർ, പേന, നമ്മുടെ വാട്ടർ ബോട്ടിൽ, അങ്ങനെ എല്ലാം എന്താണ്, ഡ്യൂറബിൾസ് ആണ്. ഫർണിച്ചർ, ഓക്കെ, അതൊക്കെ എന്താണ്, ഡ്യൂറബിൾസ് ആണ്. നോൺ ഡ്യൂറബിൾസ് എന്തായിരിക്കും, നമ്മുടെ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, പെട്ടെന്ന് ചീത്തയായി പോകുന്ന സാധനങ്ങൾ അല്ലേ, ഇതൊക്കെയാണ് എന്ത്, നോൺ ഡ്യൂറബിൾസ്. നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്, കൺസംഷൻ കുറയും, ഇൻകം കൂടുന്നതനുസരിച്ച് കൺസംഷൻ കുറയുന്നത് ഏത് ടൈപ്പ് ഓഫ് ഗുഡ് ആണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഏത് ഗുഡാണ്, ഇൻഫീരിയർ ഗുഡ്. ക്ലിയർ അല്ലേ? സോ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. ഇൻ ഇന്ത്യ ദോസ് ഫാമേഴ്സ് ആർ കോൾഡ് മാർജിനൽ ഫാമേഴ്സ്. മാർജിനൽ ഫാമേഴ്സ് എന്ന് ആരെയാണ് പറയുന്നത്? ഇന്ത്യയിലെ ഫാമേഴ്സിനെ നമ്മൾ അവരുടെ ഹെക്ടേഴ്സ് ഓഫ് ലാൻഡ്, അവർ എത്രമാത്രം ലാൻഡ് ഹോൾഡ് ചെയ്യുന്നു എന്ന അടിസ്ഥാനത്തിൽ തിരിച്ചിട്ടുണ്ട്. ആദ്യം വരുന്നത് മാർജിനൽ ഫാമേഴ്സ് ആണ്. ഓക്കെ, മാർജിനൽ ഫാമേഴ്സിന് എത്രയായിരിക്കും വരുന്നത്? അതായത് ഒരു ഹെക്ടർ വരെയുള്ളവരെയാണ് മാർജിനൽ, അപ് ടു അല്ലെങ്കിൽ എന്താ പറയാ 1 ഹെക്ടർ വരെയുള്ളവരെയാണ് എന്ത് പറയുന്നത്, മാർജിനൽ ഫാമേഴ്സ്, അല്ലെങ്കിൽ ലെസ് ദാൻ എന്ന് പറയാം അല്ലെ. 1 ഹെക്ടറിലും താഴെയുള്ളവർ എന്ന രീതിയിൽ നമുക്ക് പറയാം. അപ് ടു 1 ഹെക്ടർ ആണ്, അല്ലെങ്കിൽ നമുക്ക് പറയാം 1 ഹെക്ടർ വരെ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. ഓക്കെ, ഇനി വരുന്നത് സ്മോൾ ഫാമേഴ്സ് ആണ്. ഓക്കെ, സ്മോൾ ഫാമേഴ്സ്, സെമി മീഡിയം, ഇതൊക്കെയാണ് നമുക്ക് വരുന്ന ടൈപ്പ്. മീഡിയം ആൻഡ് ലാർജ്. ഓക്കെ, ഇനി സ്മോൾ ഫാമേഴ്സ് 1 ഹെക്ടർ ടു 2 ഹെക്ടർ വരുന്നവരെയാണ് എന്ത് പറയുന്നത്, സ്മോൾ ഫാമേഴ്സ്. സെമി മീഡിയം വരുമ്പോഴത്തേക്കും 2 ഹെക്ടർ ടു 4 ഹെക്ടർ വരുന്നവരെയാണ്. ഇനി മീഡിയം എന്ന് പറയുമ്പോൾ 4 ഹെക്ടർ തൊട്ട് 10 ഹെക്ടർ വരുന്നവരെയാണ്. ഇനി ലാർജ് ഫാമേഴ്സ് എന്ന് പറയുന്നത് മോർ ദാൻ 10 ഹെക്ടറിനേക്കാൾ ഗ്രേറ്റർ ആയിട്ട് വരുന്നവരാണ്. 10 ഹെക്ടറിനേക്കാൾ ഗ്രേറ്റർ ഹെക്ടേഴ്സ് ഉള്ളവരെയാണ് ലാർജ് ഫാമേഴ്സ്. സോ നമ്മുടെ 1, 2, 3, 4, 5 ആയിട്ടാണ് നമ്മൾ എന്ത് ഫാമേഴ്സിനെ തിരിച്ചിരിക്കുന്നത്. മാർജിനൽ ഫാമേഴ്സ്, സ്മോൾ ഫാമേഴ്സ്, സെമി മീഡിയം, മീഡിയം ആൻഡ് ലാർജ് ഫാമേഴ്സ് എന്ന് പറഞ്ഞ നിലയ്ക്കാണ്. ഈ മാർജിനൽ ഫാമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, 1 ഹെക്ടറിൽ അല്ലെങ്കിൽ 1 ഹെക്ടർ വരെ അല്ലെങ്കിൽ 1 ഹെക്ടറിൽ താഴെയുള്ള ഭൂമിയുള്ളവരെയാണ് മാർജിനൽ ഫാമേഴ്സ് എന്ന് പറയുന്നത്. സ്മോൾ ഫാമേഴ്സ് എന്ന് വരുമ്പോൾ എന്താണ്, 1 to 2 ഹെക്ടർ വരുന്നവരെയാണ് എന്ന് പറയുന്നത് സ്മോൾ ഫാമേഴ്സ് എന്ന് പറഞ്ഞാൽ. സെമി മീഡിയം എന്ന് പറയുന്നത് എന്താണ്, 2 to 4 ഹെക്ടർ ലാൻഡ് ഉള്ളവരെയാണ്. മീഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 4 to 10 ഹെക്ടർ ഉള്ള. ഇനി ലാർജ് ഫാമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, 10ന് മേലെ ഉള്ളവരെയാണ് ലാർജ് ഫാമേഴ്സ് എന്ന് പറഞ്ഞത്. ക്ലിയർ അല്ലേ? നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്, മാർജിനൽ ഫാമേഴ്സ് ആണ്. മാർജിനൽ ഫാമേഴ്സിന്റെ എന്താ വരുന്നത്, 1 ഹെക്ടർ ഉള്ള. സോ ഓപ്ഷൻ എ ആണ്. നമ്മുടെ ഇന്ത്യയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഫാമേഴ്സ് വരുന്നത് ഈ മാർജിനൽ ഫാമേഴ്സിന്. അതായത് ഏറ്റവും കുറച്ച് ആൾക്കാർ ഈ ഒരു ലാർജ് മീഡിയത്തിലൊക്കെ എത്തുള്ളൂ. ഭൂരിഭാഗം ഫാമേഴ്സും എവിടെയാണ്, മാർജിനൽ ഫാമേഴ്സ് ആയിട്ട്. അതായത് അവർക്ക് ഭൂമി കുറവാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യയിൽ ഈ ഒരു ദാരിദ്ര്യം അല്ലെങ്കിൽ പട്ടിണി എന്നൊരു അവസ്ഥ വരുന്നത് കേട്ടോ. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഏറ്റവും കൂടുതൽ മാർജിനൽ ഫാമേഴ്സ് ആണ് നമ്മുടെ മാർജിനൽ ഫാമേഴ്സ് എന്ന് പറയുന്ന ഏരിയയിലാണ് നമ്മുടെ രാജ്യത്തെ മിക്ക ഫാമേഴ്സും ഇൻക്ലൂഡ് ചെയ്യപ്പെടുന്നത് കേട്ടോ. ആൻഡ് അത് മാത്രമല്ല, വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ തന്നെ അവരുടെ സ്വന്തമായിട്ടുള്ള ഭൂമി തന്നെ ആവണമെന്നില്ല. ആൻഡ് ആ ഒരു കലാമിറ്റീസ്, നാച്ചുറൽ കലാമിറ്റീസ് നമ്മുടെ ഫാമേഴ്സിനെ അഫക്റ്റ് ചെയ്യാറുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ അത് നമ്മുടെ ആൻസർ വരുന്നത് എന്താണ്, ഓപ്ഷൻ 1 ആണ്. മാർജിനൽ ഫാമേഴ്സ് വരുന്നത് എത്രയാണ്, 1 ഹെക്ടർ വരെയുള്ളതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. WTO വാസ് ഫൗണ്ടഡ് ഇൻ, ഏത് വർഷമാണ് WTO ഫൗണ്ട് ചെയ്തത്? 1948 ഉണ്ടായിരുന്നു. എന്താണ്, 1948
ഫൗണ്ട് ചെയ്ത ഗാർട്ടിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് എന്ത് വന്നത്, നമ്മുടെ WTO 1 ജാനുവരി 1995 എന്നാണ് വരുന്നത്, 1 ജാനുവരി 1995 എന്ത് വന്നത്, WTO തന്നെ, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ 1948 ഫൗണ്ട് ചെയ്യപ്പെട്ടിരുന്ന നമ്മുടെ ഘാട്ടിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് വന്നത്. ഇപ്പൊ കറന്റ് 2024 അനുസരിച്ച് 166 രാജ്യങ്ങളാണ് ഉള്ളത് എവിടെ, WTO-ൽ. 2016 164 രാജ്യങ്ങൾ ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ WTO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ട്രേഡിലെ ഇഷ്യൂസ്, രാജ്യങ്ങൾ തമ്മിലുള്ള ട്രേഡ് ഇഷ്യൂസ് ഒക്കെ പരിഹരിക്കാൻ കൂടെ വേണ്ടിയിട്ടാണ് എന്ത് വന്നത്, WTO വന്നത് കേട്ടോ. ഇന്ത്യ WTO-യുടെ ആണെങ്കിലും നമ്മുടെ വേൾഡ് ബാങ്കിന്റെ ആയാലും IMF-ന്റെ ആയാലും എന്താണ്, ഫൗണ്ടിങ് മെമ്പറാണ്. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ ആൻസർ. അപ്പൊ ആൻസർ ചെയ്താണ് വരുന്നത് ഓപ്ഷൻ എ ആണ്. 1 ജാനുവരി 1995 വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ നിലവിൽ വന്നത്. ആരെ റീപ്ലേസ് ചെയ്താ വന്നത്, ഘാട്ടിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് WTO വന്നത്. ഓക്കെ, അതത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. HSST എക്കണോമിക്സിലെ ലോങ് ടേം ബാച്ച് കറന്റ് നമുക്ക് റണ്ണിങ് ആണ്. നമുക്ക് ഈ ജനറൽ പേപ്പറിനും എക്കണോമിക്സിനും ഒരുമിച്ചാണ് നമ്മളിവിടെ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് കൂടാതെ തന്നെ കെമിസ്ട്രി, ഫിസിക്സ്, മാത്തമാറ്റിക്സ്, സുവോളജി, ബോട്ടണി, ഇംഗ്ലീഷ് എന്ന വിഷയങ്ങൾക്ക് നമുക്ക് ഇവിടെ കോഴ്സ് അവൈലബിൾ ആണ്. നമ്മൾ കോൺടാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും പൊക്കത്ത് ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. 8589083568 ആണ് നമ്മുടെ നമ്പർ വരുന്നത്. ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും കോൺടാക്ട് ചെയ്യുക. അത് മാത്രമല്ല, നമുക്ക് ജനറൽ പേപ്പർ ആൻഡ് എക്കണോമിക്സ് എന്നുള്ള രീതിയിലാണ് പോകുന്നത്. നമുക്കറിയാം നോട്ടിഫിക്കേഷൻ വന്നു, ഇനി നമ്മുടെ മുന്നിൽ കുറച്ച് സമയമുള്ളൂ അല്ലേ. അപ്പൊ ക്രാക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഇന്ന് തൊട്ട് തന്നെ പഠിച്ചു തുടങ്ങിയാൽ മാത്രമാണ് HSST എക്കണോമിക്സ് ക്രാക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ സിലബസ് എല്ലാവരും കണ്ടാണോ അല്ലേ. എക്കണോമിക്സ് അത്യാവശ്യം വാസ്റ്റ് ആണ്, സാധാരണഗതിയിൽ ചോദിക്കുന്ന രീതിയിലല്ല, നല്ല ഡീപ്പായിട്ടാണ് നമ്മൾക്ക് സിലബസ് തന്നെയാണ്. അപ്പോൾ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് HSST എക്കണോമിക്സ് ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ CCL ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും നമ്മളെ കോൺടാക്ട് ചെയ്യുക. അത് കൂടാതെ തന്നെ നമുക്കൊരു ഫ്രീ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻസ് മാത്രമല്ല നോട്ട്സ് ഷെയർ ചെയ്യുന്നതാണ്, വോയിസ് നോട്ട്സ്, ഒരു ടോപ്പിക്കിനെ പറ്റിയ ഡീറ്റെയിൽസ് പറയുക. അത് മാത്രമല്ല എക്സാമിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഇൻഫോർമേഷൻസും നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്